ഇറാനെതിരെ ഇതുവരെ പ്രഖ്യാപിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധ നടപടികൾക്ക് അമേരിക്ക ഒരുങ്ങുന്നതിനിടെ ഗൾഫിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി പൂർണ്ണമായി നിർത്തിവെക്കുമെന്ന ഇറാന്റെ ഭീഷണി തിരിച്ചടിയാവുകയാണ്. ഇറാനുമായി വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങളെ അടക്കം ലക്ഷ്യമിട്ടായിരിക്കും പുതിയ അമേരിക്കൻ ഉപരോധ നടപടികളെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇറാന്റെ സാമ്പത്തിക സംവിധാനവുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് അമേരിക്ക നൽകുന്ന മുന്നറിയിപ്പ്. ഇതുവരെ ഒരു എതിരാളിക്കെതിരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക ആക്രമണമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറയുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ കടുത്ത ഭീഷണി കൂടെ എത്തുന്നത്. സാമ്പത്തിക യുദ്ധം തുടരുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് വഴിയോ പേർഷ്യൻ ഗൾഫിലെ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നോ ഒരു തുള്ളി എണ്ണ പോലും കയറ്റുമതി ചെയ്യില്ലെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മൊഹ്സിൻ റസായി വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക നീക്കങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ നടപടികളെ ഇറാൻ യുദ്ധപ്രവർത്തനമായി കാണുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ഈ നീക്കം ആഗോള എണ്ണ വിപണിയിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ പ്രധാന എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം ഇതിനകം തന്നെ സംഘർഷത്തെ തുടർന്ന് ഏറെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. എണ്ണ വിതരണത്തിൽ വലിയ കുറവുണ്ടായാൽ ആഗോള ഇന്ധനവില ഉയരാനുള്ള സാധ്യതയും ശക്തമാണ്. അതേസമയം ഇറാന്റെ സമ്പദ്വ്യവസ്ഥ നേരത്തെ തന്നെ കടുത്ത സമ്മർദ്ദത്തിലാണ്. വർഷങ്ങളായുള്ള ഉപരോധങ്ങൾക്കൊപ്പം യുദ്ധത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരിട്ട നാശം, വ്യാപാര തടസ്സങ്ങൾ, ഉൽപാദന നഷ്ടം, പുനർനിർമ്മാണ ചെലവ് എന്നിവയും രാജ്യത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കൂടുതൽ ഉപരോധങ്ങൾ ഇറാനിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആഭ്യന്തര അസ്വസ്ഥതകളും വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. അമേരിക്ക ഇറാൻ സംഘർഷത്തിന് പരിഹാരം കാണാൻ ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് പുതിയ സാമ്പത്തിക ഏറ്റുമുട്ടലിന്റെ സാധ്യത ഉയരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.